ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള PSCയുടെ KW ഓപ്പറേറ്റർ കാറ്റഗറി നമ്പർ 211/2020 ഇപ്പോൾ റിവിഷൻ സീരീസ് നമ്മൾ നടക്കുകയാണ്. അതിൻ്റെ 6th സീരീസാണിത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെ AC ഫണ്ടമെൻറ്റൽസും അതുപോലെ മെക്കാനിക്കലിലെ ഇലക്ട്രിക്കലിൻ്റെ പോർഷനുമാണ് ഇപ്പോൾ നമുക്ക് റിവിഷൻ വരുന്നത്. അപ്പം എല്ലാവരും ആ റിവിഷൻ സീരീസിൽ പങ്കെടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ അൺഅക്കാഡമിയിൽ ലൈവായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ നോക്കാം. എന്നാൽ അൺഅക്കാഡമിയിലെ പുതിയ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. 100 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ 10th ലെവൽ പ്രിലിംസ് എക്സാം ആരംഭം 12th January സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. ഓക്കെ, ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ജയ്താവ് 100 ഡേയുടെ കംപ്ലീറ്റ് ബാച്ച് ഫോർ ബിവോക്കോ LD എക്സാം 5th January സ്റ്റാർട്ട് ചെയ്ത ബാച്ച് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. ദിശ 30 ഡേയുടെ റിവിഷൻ ബാച്ച് കോഴ്സ് ഫോർ 12th ലെവൽ മെയിൻസ് CO 6th January സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. 30 ഡേയുടെ റിവിഷൻ ബാച്ച് കോഴ്സ് ഫോർ 12th ലെവൽ മെയിൻസ് CPO എക്സാം 6th January സ്റ്റാർട്ട് ചെയ്ത ബാച്ചസ് ആണ്. ആരംഭം 22nd December സ്റ്റാർട്ട് ചെയ്ത 120 ഡേയുടെ ഫൗണ്ടേഷൻ ബാച്ച് ഫോർ 10th ലെവൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ്. 15th December സ്റ്റാർട്ട് ചെയ്ത 120 ഡേയുടെ കംപ്ലീറ്റ് ബാച്ച് ഓൺ SCRT ഫോർ ഓൾ കേരള PSC എക്സാം ബാച്ച് 2 അതും ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. 50 ഡേയുടെ കംപ്ലീറ്റ് കോഴ്സ് ഫോർ HSC പാർട്ട് 9th December സ്റ്റാർട്ട് ചെയ്ത ബാച്ച്. അപ്പോൾ ഡിഫറെൻറ്റ് ടെസ്റ്റ് സീരീസും ഉണ്ടാവും. ഓക്കെ, ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. 100 questions 75 minutes 8 to 9:15 PM ആണ്. ഡിഫറെൻറ്റ് റാങ്ക് കിട്ടുന്നവർക്ക് ഡിഫറെൻറ്റ് ഓഫേഴ്സും ഉണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ പ്ലസ്സിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും. മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഓരോ മാസത്തെ ഫീസിൽ നിന്നും 10% ഓഫും ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ അൺഅക്കാഡമിയിലെ ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ നമ്മുടെ ഡിസംബറിലുള്ളൊരു ഓഫറാണ്, അത് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. 12th January വരെ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വാലിഡ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളതും നോക്കാം. അപ്പോൾ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 25 questions നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 25 questions നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി നോക്കാം. ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ IHP ഓഫ് ആൻ എഞ്ചിൻ. ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ IHP ഓഫ് ആൻ എഞ്ചിൻ എന്ന് പറയുന്നത് PM/LAN / 4500 × K ആണ്. കംപ്രഷൻ റേഷ്യോ ഓഫ് ഡീസൽ എഞ്ചിൻസ് ആർ അപ്രോക്സിമേറ്റ്ലി. ഡീസൽ എഞ്ചിൻസിൻ്റെ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 24:1. ഇൻ ഡീസൽ എഞ്ചിൻസിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നത്? ഇഗ്നിഷൻ ആണ് ടേക്ക് പ്ലേസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറും ഹീറ്റ് റിജക്റ്റഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആയിരിക്കും. ഇഗ്നിഷൻ നടക്കുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറും ഹീറ്റ് റിജക്റ്റഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആയിരിക്കും. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ഇൻസ്ട്രുമെൻറ്റ് ഇൻഡിക്കേറ്റ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ വെഹിക്കിൾ. ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ വെഹിക്കിൾ എന്ന് പറയുന്നത് ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്? ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓഡോമീറ്റർ. മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ദി ലൈനേഴ്സിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഇറ്റ് ഈസ് നൈട്രേറ്റ് കാസ്റ്റ് അയൺ. ദ വാൽവ്സ് യൂസ്ഡ് ഇൻ 2-stroke എഞ്ചിനിൽ യൂസ് ചെയ്യുന്ന വാൽവ്സ് റീഡ് വാൽവ്. ദ വാൽവ് ഓവർലാപ്പ് ഈസ് പ്രൊവൈഡഡ്. എവിടെയാണ് വാൽവ് ഓവർലാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്? എക്സോസ്റ്റ് സ്ട്രോക്കിൻ്റെ എൻഡിലും സക്ഷൻ സ്ട്രോക്കിൻ്റെ ബിഗിനിങ്ങിലുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഈസിയസ്റ്റ് വേ ടു ഐഡൻറ്റിഫൈ എ PMMC ഇൻസ്ട്രുമെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഈസിയസ്റ്റ് വേ എന്ന് വെച്ചാൽ ഒരു യൂണിഫോം സ്കെയിലായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 2 watt-meter മെത്തേഡ് ഓഫ് 3-phase പവർ മെഷർമെൻറ്റ്. എൻ്റെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 0.5 ലാഗിങ് ആണ്. 2 watt-meter മെത്തേഡിൽ പവർ ഫാക്ടർ 0.5 ലാഗിങ് ആണെങ്കിൽ ഏതായിരിക്കും? 1 watt-meter മാത്രമേ പവർ റീഡ് ചെയ്യത്തുള്ളൂ. 1 watt-meter വിൽ റീഡ് പവർ. അടുത്ത ക്വസ്റ്റ്യൻ ദ റേഞ്ച് ഓഫ് വോൾട്ട്മീറ്റർ ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ബൈ. വോൾട്ട്മീറ്ററിൻ്റെ റേഞ്ച് നമുക്ക് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം? ഒരു ഹൈ വാല്യൂ റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. കണക്ടിങ് എ ഹൈ വാല്യൂ റെസിസ്റ്റർ ഇൻ സീരീസ് വിത്ത് എ മീറ്റർ. എ സിംഗ്രോസ്കോപ്പ് ഈസ് യൂസ്ഡ് ഫോർ. സിംഗ്രോസ്കോപ്പ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? പവർ ഫാക്ടർ മെഷർമെൻ്റ് ആണോ, എനർജി മെഷർമെൻ്റ് ആണോ, ഫ്രീക്വൻസി മെഷർമെൻ്റ് ആണോ, നൺ ഓഫ് ദി എബോ ആണോ എന്നാണ് ഇതിൻ്റെ ആൻസർ. താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക സിംഗ്രോസ്കോപ്പിൻ്റെ യൂസ് എവിടെയാണെന്ന്. 37ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് മീറ്റർ ഹാവ് ദി പോസിബിലിറ്റി ഓഫ് ക്രീപ്പിംഗ് എറർ ഏതാണ്? എനർജി മീറ്റർ. 38ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇതിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഏതാണ്? ഇറ്റ് ഈസ് കറണ്ട് ട്രാൻസ്ഫോമർ ആണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. എ CRO ഈസ് നോട്ട് യൂസ്ഡ് ഫോർ കറണ്ട് മെഷർമെൻറ്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി യൂസ് ഫോർ ഇൻഡക്ടർ മെഷർമെൻറ്റ്സിൽ ഉപയോഗിക്കുന്ന ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ മാക്സ്വെൽസ് ബ്രിഡ്ജ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഇലക്ട്രിക്കൽ സേഫ്റ്റി റിക്വയർമെൻറ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഇലക്ട്രിക്കൽ സേഫ്റ്റി റിക്വയർമെൻറ്റ് ഏതാണ്? യൂസ് എന്നാണ് IS സ്പെസിഫൈഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഓൾ ഇൻസ്റ്റലേഷനിൽ യൂസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഇൻകറക്റ്റ് ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡഡ് ടു എ പേഴ്സൺ ഹൂ ഹാവ് ആൻ ഇലക്ട്രിക് ഹസാർഡ്. ഏതായിരിക്കും ഇൻകറക്റ്റ് ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡഡ് ടു എ പേഴ്സൺ ഹൂ ഹാവ് ആൻ ഇലക്ട്രിക് ഹസാർഡ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്, ഇമ്മീഡിയറ്റ്ലി ഗിവിങ് ഡ്രിങ്കിങ് വാട്ടർ. അതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ്.
വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ആൻ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ, ഒരു ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷനിൽ താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? എ സ്വിച്ച് ബോർഡ് എന്ന് പറയുന്നത് ഈസ് ടു ബി ഇൻസ്റ്റാൾഡ് അറ്റ് ഇറ്റ്സ് ബോട്ടം എന്ന് പറയുന്നത് 1.25 മീറ്റർ എബോവ് ദി ഫ്ലോർ ആയിരിക്കും. അതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ റോങ് ഫോർ ടെസ്റ്റിംഗ് ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ വയറിംഗ് ആൻഡ് എർത്ത്? ഇതിൽ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? വയറിങ്ങും എർത്തും തമ്മിലുള്ള റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്. ഓൾ ദി സ്വിച്ചസ് ആർ ഇൻ ഓഫ് പൊസിഷൻ. ഇനി ലൈറ്റിംഗ് സബ് സർക്യൂട്ട് ടോട്ടൽ ലോഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഷോൾ ബി ലിമിറ്റഡ് ടു എത്രയായിരിക്കും? ഇറ്റ് ഈസ് 800 വാട്ടും 10 പോയിൻറ്റ്സ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഫുള്ളി ചാർജ് 12 വോൾട്ട് ബാറ്ററി? ഫുള്ളി ചാർജ് 12 വോൾട്ട് ബാറ്ററി എന്ന് പറയുമ്പോൾ എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ 1.21 ആണ്. 1.21. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഇലക്ട്രോലൈറ്റ്? ലെഡ് ആസിഡ് ബാറ്ററി യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ്? ഇറ്റ് ഈസ് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ്. The capacity of battery is expressed in it is ampere hour. Which type of solar cell more efficient ആയിട്ടുള്ള ഏത് ടൈപ്പാണ്? ഇറ്റ് ഇസ് മോണോക്രിസ്റ്റൽ. What number of cell required to get 24 volt terminal voltage of a lead acid battery? ഇതിന് എത്ര നമ്പർ ഓഫ് സെൽസ് ആയിരിക്കും നമുക്ക് 24 വോൾട്ട് കിട്ടാനായിട്ട്? ഇറ്റ് ഇസ് 12 നമ്പർ ഓഫ് സെൽസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 50 ക്വസ്റ്റ്യൻസ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. 25 ക്വസ്റ്റ്യൻസ് എല്ലാവരും തന്നെ പഠിക്കാം. ഓക്കെ, വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ലൈവ് ക്ലാസ്സിലും ജോയിൻ ആവുക. ലൈവ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലാണ് ഇടുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് EEE PSC കോച്ചിങ് ആണ്. അതിലും എല്ലാവരും ജോയിൻ ആവുക. ഓക്കെ, താങ്ക് യു.